ഈ ആക്നി മാറാനായിട്ട് നമ്മൾ ഒരുപാട് ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും അത് പിന്നെയും പിന്നെയും വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാരണം വരുന്നുണ്ടാവുക? എസ്പെഷ്യലി ആക്നെ കോസിങ് ആയിട്ടുള്ള ഒരു ക്യൂട്ടി ബാക്ടീരിയം ആക്നെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. നമ്മളുടെ സ്കിന്നിൽ, ചർമ്മത്തിൽ നമുക്ക് ഒത്തിരി ബാക്ടീരിയാസും ഫംഗസും ഉണ്ട്. പക്ഷെ എന്തിൻ്റെയും ഓവർ ഗ്രോത്ത് ആണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് അതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓവർ ആയിട്ടുള്ള സിബം അല്ലെങ്കിൽ ഓയിൽ സെക്രീഷൻ വരുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയസിനും ഫംഗസിനൊക്കെ അതിൻ്റെ ഉള്ളിൽ ത്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇതിനെ കൊല്ലാനായിട്ട് ആൻറ്റിബയോട്ടിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ക്രീംസ് ഉപയോഗിക്കും. എന്ത് പറ്റുമെങ്കിൽ നല്ല ബാക്ടീരിയയുടെ ഒപ്പം ചീത്ത ബാക്ടീരിയയുടെ ഒപ്പം നല്ല ബാക്ടീരിയയും കൂടെ നശിക്കപ്പെടുകയാണ്. അപ്പം വീണ്ടും എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറയും, അതുപോലെ തന്നെ വീണ്ടും അത് റീഒക്കർ ചെയ്യും. പക്ഷെ ആ ക്രീംസ് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ആ വ്യക്തി ഒരു കാര്യം ആലോചിക്കണം, ഇനി ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞാൻ ഒഴിവാക്കേണ്ടത്, ഓയിലി ആയിട്ടുള്ളതും പ്രിസർവ്ഡ് ആയിട്ടുള്ളതും ഇങ്ങനെയുള്ള എല്ലാ ആഹാരങ്ങളും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഗട്ട് ക്ലിയർ ആയിരിക്കണം. അതുപോലെ മലസേഷ്യ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസും നമുക്ക് ഡെർമറ്റൈറ്റിസും അതുപോലെ തന്നെ ഒത്തിരി സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് ഇതൊക്കെ കോസ് ചെയ്യുന്നത് ഈ മലസേഷ്യ എന്ന് പറയുന്ന ഒരു ഫംഗസാണ്. അപ്പോൾ ഫംഗസിനെ നമ്മൾ ബാക്ടീരിയൽ ക്രീം പറ്റിയിട്ട് കാര്യമില്ല, അതിനെ നമ്മൾ ഫംഗസിന്റെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല ആഹാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിനെ തടയാനും ഫംഗൽ ഓവർ ഗ്രോത്തിനെ തടയാനും നമ്മൾ നല്ല രീതിയിലുള്ള പ്രോബയോട്ടിക്സും അതുപോലെ നല്ല ആഹാര രീതിയും ഉള്ളിൽ കൾച്ചർ ചെയ്താൽ മാത്രമേ പുറത്ത് നമുക്കതിന്റെ പ്രതിഫലനം ഉണ്ടാവൂ.